നമ്മൾ കണ്ണുവെക്കുന്ന ആളുകളുടെ പേരുകൾ ഇങ്ങനെ പുറത്തു വരുന്നു. അപ്പോൾ ആ നമ്മുടെ മനസ്സിലുള്ള ഓരോ പാർട്ടികളുടെ മനസ്സിലുള്ള ആളുകളെ വെച്ച് തന്നെ വോട്ടർമാർ ഒരു പ്രതീതി ഉണ്ടാക്കി പോരിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. യെസ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുന്നത് തിരുവനന്തപുരം നേമത്തേക്കാണ്. യെസ്, അവിടെ എന്തായാലും ഇത്തവണയും മത്സരം കടുക്കുമെന്നുള്ളതിന്റെ ആദ്യഘട്ട സൂചനകൾ തന്നെ വരുന്നുണ്ട്. യെസ്, അക്കൗണ്ട് നിലനിർത്താൻ വി ശിവൻകുട്ടിയെ തന്നെ ഇത്തവണ LDF കളത്തിറക്കുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. യെസ്, BJP ആകട്ടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ നേമത്ത് നിർത്താനുള്ളതാണ്. അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിത്വം അവിടെ സ്വയം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് കോൺഗ്രസും പിറകോട്ടുണ്ടാവില്ല. KS ശബരിനാഥനെ തന്നെ വട്ടിയൂർക്കാവിൽ നേമത്ത് മത്സരിപ്പിക്കാനാണ് കോൺഗ്രസും ഒരുങ്ങുന്നത് എന്നതാണ് വിവരം. വിജിൻ വായാന്തോട് വിശദാംശങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ, കഴിഞ്ഞ കുറിയും നേമം തന്നെയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധേയ മണ്ഡലങ്ങളിൽ ഒന്ന്. കെ മുരളീധരൻ നേമത്തേക്ക് വരുന്നു. അവിടെ BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ വി ശിവൻകുട്ടി ഇറങ്ങുന്നു. പക്ഷേ മുരളീധരൻ 3-ാം സ്ഥാനത്തേക്ക് പോകുന്നു. അങ്ങനെ വലിയ ശ്രദ്ധേയ മണ്ഡലമായ നേമം ഇക്കുറി എന്താകും എന്ന് എല്ലാവരും കാത്തിരിക്കുന്ന സംഗതിയാണ്. അപ്പോൾ ശിവൻകുട്ടിയെ തന്നെ കളത്തിലിറക്കാൻ പാർട്ടി എല്ലാ അർത്ഥത്തിലും തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? അതിന്റെ സൂചനകൾ തന്നെയാണോ തിരുവനന്തപുരത്ത് ലഭിക്കുന്നത്? സൈഫുദ്ദീൻ ജിൽസി, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്താണോ മത്സരം നടന്നത് അത് BJPയും LDFും തമ്മിലുള്ള കടുത്ത പോരാട്ടമായിരുന്നു. ഒപ്പം തന്നെ ശക്തി തെളിയിച്ച് കോൺഗ്രസും ഒപ്പം ചേരുന്ന സാഹചര്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായത്. അതിന് സമാനമായ രീതിയിൽ കേരളം ശ്രദ്ധിക്കുന്ന തരത്തിൽ ഉള്ള ഒരു മത്സരം നടക്കാൻ പോകുന്നത് നേമത്ത് തന്നെയാണ്. നേമത്ത് ഒരു തവണ ആദ്യമായി കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നത് നേമത്താണ്. അന്ന് ഒ രാജഗോപാലിലൂടെയായിരുന്നു അത്തരത്തിൽ ഒരു അക്കൗണ്ട് തുറക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം വീണ്ടും വി ശിവൻകുട്ടിയും കെ മുരളീധരനും ഒപ്പം തന്നെ കുമ്മനം രാജശേഖരനും ഒക്കെയായി നടത്തിയ വലിയ മത്സരത്തിനൊടുവിലാണ് വി ശിവൻകുട്ടി തിരിച്ച് ആ അക്കൗണ്ട് BJPയിൽ നിന്ന് പൂട്ടിച്ച് CPMന്റെ അക്കൗണ്ടിലേക്ക് എത്തിച്ചത്. അങ്ങനെ ആ വലിയ ഉദ്വേഗം നിറഞ്ഞ മത്സരം തന്നെയായിരുന്നു കഴിഞ്ഞ തവണ കണ്ടത്. അതിന് സമാനമായ രീതിയിലുള്ള മത്സരത്തിലേക്കാണ് കാര്യങ്ങൾ പോവുക എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. എന്തായാലും നേമത്ത് നിലവിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കുമെന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ അതിനുള്ള നടപടികൾ, നീക്കങ്ങളൊക്കെ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തുനിന്ന് നടക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടിയെ തന്നെ കളത്തിലിറക്കാൻ ഒരു ആലോചനയിലേക്ക് LDFും CPMും പോകുന്നത്. മറ്റൊരു പേര് അവിടെ പരിഗണിച്ചാൽ അത് തിരിച്ചടിയാകും, BJPക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്ന പോലെയാകും എന്നുള്ളൊരു വിലയിരുത്തലിലേക്കാണ് നിലവിൽ CPM എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വി ശിവൻകുട്ടിക്ക് അപ്പുറം മറ്റൊരു പേരിലേക്ക് എന്തായാലും നിലവിൽ CPM പോകുന്നില്ല. ഒപ്പം തന്നെ കഴിഞ്ഞ തവണ BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ ഏറ്റവും പ്രധാന ഘടകമായത് അത് കെ മുരളീധരൻ എന്ന കോൺഗ്രസിന്റെ തുറുപ്പ് ചീട്ടിന്റെ മത്സരത്തിലെ സാന്നിധ്യമായിരുന്നു. ആ കെ മുരളീധരൻ പിടിച്ച 45,000 വരുന്ന വോട്ടുകളാണ് ഈ നേമത്ത് CPMന് വിജയിക്കാനും ഒപ്പം തന്നെ BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കാനും നിർണായകമായത്. വി ശിവൻകുട്ടിക്ക് ഒപ്പം പ്രധാന ഘടകമായതും കെ മുരളീധരന്റെ സാന്നിധ്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ കെ മുരളീധരൻ എന്തായാലും മത്സരരംഗത്തേക്ക് വരില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ തന്നെ നിർത്താനുള്ള ആലോചന, യുവ നേതാവിനെ നിർത്താനുള്ള ആലോചന, നിലവിൽ കവടിയാറിൽ നിന്നും വിജയിച്ചിട്ടുള്ള കൗൺസിലറായ മുൻ MLA ശബരിനാഥിന്റെ പേരിലേക്കാണ് നിലവിലിപ്പോൾ കോൺഗ്രസ് എത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞതിന്റെ മുമ്പത്തെ തവണ BJP അക്കൗണ്ട് തുറക്കുമ്പോൾ കെ സുരേന്ദ്രൻ പിള്ളയായിരുന്നു അവിടെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് UDF നിർത്തിയത്. അന്ന് ഘടകകക്ഷി നൽകി, സ്കറിയ വിഭാഗത്തിന് നൽകി എന്നുള്ള വലിയ വിമർശനം കോൺഗ്രസ് അത്തവണ കേട്ടതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് തോൽവി ഉണ്ടായത് എന്നുള്ള വിലയിരുത്തലിലേക്ക് എല്ലാ മുന്നണികളും എത്തുകയും BJPക്ക് ജയിക്കാൻ സഹായം ചെയ്തു കൊടുക്കുന്ന നിലയിലായിരുന്നു ആ നടപടി എന്ന കാര്യത്തിൽ ഉള്ള വിമർശനം ഉൾപ്പെടെ കോൺഗ്രസ് ഏറ്റുവാങ്ങേണ്ടി വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണയും കോൺഗ്രസ് തന്നെ സീറ്റ് ഏറ്റെടുക്കുകയും KS ശബരിനാഥിനെ അവിടെ സ്ഥാനാർത്ഥിയായി നിർത്തുകയും ചെയ്യുക എന്നുള്ള ആലോചനയാണ് നിലവിൽ കോൺഗ്രസിൽ നടക്കുന്നത്. അങ്ങനെയെങ്കിൽ ത്രികോണ മത്സരം പൂർണ്ണമായും എല്ലാ അർത്ഥത്തിലും ത്രികോണ മത്സരത്തിലേക്ക് നേമം പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിൽ വി ശിവൻകുട്ടി മണ്ഡലം കേന്ദ്രീകരിച്ച് തന്നെ വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ന്യൂനപക്ഷ വോട്ടുകളും ഒപ്പം തന്നെ ഭൂരിപക്ഷ വോട്ടുകളും നിർണായകമായ മണ്ഡലമാണ് നേമം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ BJPയുടെ നിലവിലെ പ്രവർത്തനം ഒപ്പം തന്നെ കോർപ്പറേഷൻ ഭരണം പിടിച്ചതുമായി ബന്ധപ്പെട്ട് അവിടെ വാർഡുകളിൽ ഉണ്ടായ
ആധിപത്യം അതൊക്കെ നിലനിർത്തിയാൽ BJPക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് നേമം. അത് തടയുക എന്നുള്ളതാണ് നിലവിൽ എന്തായാലും LDFും UDFും ലക്ഷ്യമിടുന്നത്. വിജയസാധ്യത തന്നെ പരിഗണിച്ചാണ് KS ശബരിനാഥൻ എന്ന പേരിലേക്ക് എന്തായാലും UDFും കോൺഗ്രസും എത്താൻ പോകുന്നത്. ഒപ്പം തന്നെ നിലവിലെ MLA ഒപ്പം തന്നെ മന്ത്രി എന്ന നിലയിൽ RSS വിരുദ്ധ മുഖം ഉള്ള ഒരാൾ എന്നുള്ള പരിഗണന എല്ലാം ചേർത്ത് മറ്റൊരു പേര് എന്തായാലും നിലവിലിപ്പോൾ ആലോചിക്കുന്നില്ല. നേരത്തെ ആര്യ രാജേന്ദ്രൻ മുൻ മേയറുടെ പേരൊക്കെ നേമത്ത് ആലോചനയിലുണ്ടായിരുന്നാലും പക്ഷേ ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലം നിലനിർത്താൻ V ശിവൻകുട്ടിക്ക് അപ്പുറം മറ്റൊരു ആലോചന വേണ്ട എന്ന തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. സൈഫുദ്ദീൻ ജിൽസി. ശരി വിജിൻ, എന്തായാലും നേമത്ത് ഇക്കുറി VIP മത്സരമാണ്. വലിയ ശ്രദ്ധാകേന്ദ്രമാകുന്ന ഒരു നിയമസഭാ മണ്ഡലം കൂടിയാകും നേമം എന്നുള്ളത്. നിലവിലുള്ള മന്ത്രിമാരിൽ ആരൊക്കെ മത്സരിക്കും എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അതിൽ ഒരാളുടെ കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. ശിവൻകുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് നേമത്ത് ശിവൻകുട്ടി തന്നെ നിന്നാൽ മാത്രമേ ജയസാധ്യത ഉള്ളൂ എന്ന കണ്ടെത്തൽ വിലയിരുത്തൽ. നേമത്ത് ശിവൻകുട്ടിയെ മാറ്റി നിർത്തിയിട്ടൊരു മത്സരം LDFന് ചിന്തിക്കാൻ പോലും മാത്രമല്ല പറ്റില്ല. രാജീവ് ചന്ദ്രശേഖർ ഇതിന് അവിടെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. അദ്ദേഹം തന്നെ സ്വയം പ്രഖ്യാപിക്കുന്നു അദ്ദേഹം വർക്കും തുടങ്ങി. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിച്ച ആ അക്കൗണ്ട്, നേരത്തെ അവരുടെ കയ്യിലുണ്ടായിരുന്ന അക്കൗണ്ട് പൂട്ടിച്ചത് ശിവൻകുട്ടിയാണ്. വീണ്ടും അക്കൗണ്ട് തുറക്കാനുള്ള ശ്രമത്തിന് തടയിടേണ്ടതും ശിവൻകുട്ടിയാണെന്നുള്ള ധാരണ LDFനകത്തുണ്ട്. അപ്പൊ ഭാരിച്ച ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അപ്പോ എന്ത് സംഭവിക്കും ഇനി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്കൊക്കെ കടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സംഭവ ബഹുലമായി രസകരമായ സാഹചര്യങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. ശരി.